ഇറാനുമായുള്ള യുദ്ധസമയത്ത് യൂറോപ്യൻ സഖ്യകക്ഷികൾ തങ്ങളെ കൈവിട്ടില്ലെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്കോ റൂട്ടയോട് തുറന്നടിച്ച യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാഴാഴ്ച നടന്ന കൂടിക്കാഴ്ചയിലാണ് കടുത്ത സുരക്ഷാ പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ നാറ്റോയിലെ പ്രധാന പങ്കാളികളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ലെന്നുള്ള തന്റെ നിരാശയും അതൃപ്തിയും ട്രംപ് പരസ്യമാക്കിയത്. തങ്ങളുടെ സഖ്യകക്ഷികളായ ഇറ്റലി, യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നിലപാടുകളിൽ താൻ അതീവ നിരാശനാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ഒപ്പം സ്പെയിനിന്റെ പങ്കിനെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഞങ്ങൾ ഒറ്റപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞ ട്രംപ് സുരക്ഷാ പ്രതിസന്ധി ഘട്ടത്തിൽ സഖ്യകക്ഷികൾ നൽകിയ സഹായം തങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ശക്തമായ പിന്തുണ നൽകേണ്ട സഖ്യകക്ഷികളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹകരണം ഉണ്ടായില്ലെന്ന് ട്രംപ് സൂചിപ്പിച്ചു. യുദ്ധസമയത്ത് പങ്കാളിത്ത രാജ്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ അത് വളരെ നന്നായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഈ കടുത്ത വിമർശനങ്ങൾക്കിടയിലും തനിക്ക് റൂട്ടയോടുള്ള ബഹുമാനം തുടരുമെന്നും യുഎസും നാറ്റോ നേതൃത്വവും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ കടുത്ത വിമർശനങ്ങൾക്ക് കൂടിക്കാഴ്ചയിൽ തന്നെ മറുപടി നൽകിയ മാർക്ക് റൂട്ടെ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പങ്കിനെ ശക്തമായി ന്യായീകരിക്കുകയും യുദ്ധസമയത്തെ വിപുലമായ ഏകോപനത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവശേഷി ഈ സൈനിക നീക്കത്തിലൂടെ ഗണ്യമായി തകർക്കാൻ സാധിച്ചുവെന്നും G7 നേതാക്കൾ ഈ ഓപ്പറേഷന്റെ തന്ത്രപരമായ സ്വാധീനത്തെ അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാന്റെ ആണവശേഷി തകർക്കപ്പെട്ടതായും G7 നേതാക്കൾ ഇതിനെ സ്വാഗതം ചെയ്തതായും നാറ്റോ തലവൻ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. യൂറോപ്പിൽ നിന്ന് വലിയ രീതിയിലുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻ പിന്തുണ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ 4000 മുതൽ 5000 വരെ US വിമാനങ്ങൾ യൂറോപ്പിലെ വ്യോമതാവളങ്ങൾ ഉപയോഗിച്ചാണ് സർവീസ് നടത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടിയന്തര സൈനിക ആവശ്യങ്ങൾക്കായി റൊമാനിയയിലെ ബുക്കാറസ്റ്റ് പോലുള്ള വിമാനത്താവളങ്ങൾക്ക് പോലും തങ്ങളുടെ വാണിജ്യ സർവീസുകളിൽ മാറ്റം വരുത്തേണ്ടി വന്നതായി ഇൻഫ്രാസ്ട്രക്ചർ ഏകോപനത്തെക്കുറിച്ച് സംസാരിക്കവെ റൂട്ടെ വ്യക്തമാക്കി. ചില ഒറ്റപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും യുദ്ധത്തിലുടനീളം യൂറോപ്യൻ സഖ്യകക്ഷികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനൊപ്പം ഉറച്ചുനിന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ ഇടക്കാല കരാറിന്റെ കേന്ദ്രഭാഗമായ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം കേന്ദ്ര പരിശോധകർ സന്ദർശിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ വെളിപ്പെടുത്തി. ജപ്പാനിലെ സുനാമി ദുരന്തത്തിൽ തകർന്ന ഫുകുഷിമ ഡൈച്ചി ആണവ നിലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി ഇക്കാര്യം പറഞ്ഞത്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ഇറാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ആയുധ പരിപാടിയില്ലാതെ 60% യുറേനിയം സമ്പുഷ്ടമാക്കിയ ലോകത്തിലെ ഏക രാജ്യമാണിത്. കഴിഞ്ഞ ദിവസം ആ സ്ഥലങ്ങൾ പരിശോധിക്കുമോ എന്ന കാര്യത്തിൽ യുഎസും ഇറാനും പരസ്പര വിരുദ്ധമായ വിവരണങ്ങൾ നൽകി. 2025 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ബുഷഹർ ആണവ നിലയം ഉൾപ്പെടെ ഇറാനിലെ മറ്റ് ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാതെ ഇറാന്റെ സ്റ്റോക്കിന്റെ അവസ്ഥ പരിശോധിക്കാനോ യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ കാസ്കേഡുകൾ പരിശോധിക്കാനോ കഴിയില്ലെന്ന് ഏജൻസി വ്യക്തമാക്കുന്നു. അതേസമയം ഇറാനിയൻ എണ്ണയ്ക്കെതിരായ US പിന്തുണയ്ക്കുള്ള ഉപരോധങ്ങൾ നീക്കും. വിശാലമായ കരാറുകൾ രൂപപ്പെടുത്തുന്നതിന് ഇരുവിഭാഗത്തിനും 60 ദിവസത്തെ സമയം അനുവദിച്ചു. ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ പറഞ്ഞു. പിന്നാലെ ലെബനനിൽ വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും അത് രൂക്ഷമായില്ല. യുഎസും ഇറാനും തമ്മിലുള്ള സാങ്കേതികതല ചർച്ചകൾ അടുത്ത ആഴ്ച ആദ്യം സ്വിറ്റ്സർലാൻഡിലെ ബർഗൻസ്റ്റോക്ക റിസോർട്ടിൽ പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാൻ ഒരു പ്രധാന മധ്യസ്ഥനായിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 3 രാഷ്ട്ര സന്ദർശനത്തിനായി പേർഷ്യൻ ഗൾഫിൽ എത്തിയപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.